ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് വോയിസ് ഓവർ ചെയ്യുന്നത് ഞാനാണ്. വൈഫിന് സുഖമില്ലാതിരിക്കുകയാണ്. തൊണ്ടയ്ക്ക് സുഖമില്ലാത്ത ശബ്ദം പോയിരിക്കുകയാണ്. ഇന്നിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ചരിത്രമുറങ്ങുന്ന വള്ളൂനാടിൻ്റെ മണ്ണിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ്. നേരം വെളുക്കുന്നതേയുള്ളൂ. 4 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. ചുറ്റിലും ഇരുട്ടാണ്. ആളുകൾ പുറത്തിറങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവാണ്. അമ്പലത്തിലേക്ക് 8:30 മണിക്ക് തന്നെ എത്തണം. 9:30-ക്ക് നടയടയ്ക്കും. തിരക്കില്ലാത്തതിനാൽ ഉത്സവകാലത്ത് മാത്രമേ 12:30 വരെ ഉണ്ടാകാറുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കണം. അതിനാൽ വളരെ സ്പീഡിലാണ് പോകുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്കും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച നാടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിനായിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെത്തുന്നത്. ഈ ക്ഷേത്രത്തിനടുത്താണ് കോളേജ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസമാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയത്. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടുന്നതും അതിനോടനുബന്ധിച്ച ജോലി ലഭിക്കുന്നതും എല്ലാം ഒരു ഭാഗ്യം തന്നെ. അപ്പോഴാണ് പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടത്. അവളും ആദുക്കുട്ടനും പൂരി മസാല കഴിച്ചു. ആദുക്കുട്ടന് പൂരി മസാല വലിയ ഇഷ്ടമാണ്. ഞാൻ ദോശയും ചട്നി സാമ്പാറും കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു വൃത്തിയും വെടുപ്പുമുള്ളൊരു ഹോട്ടലായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയുണ്ടായി. പോകുന്ന വഴിയിലാണ് പാലക്കാട് ജില്ലയിലുള്ള വാഴയങ്കട എന്ന ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലം തികച്ചും ഒരു വനത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. നല്ലൊരു പൂന്തോട്ടവും അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഒരു കുണ്ടിലാണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതിയായിരുന്നു. പോകുന്ന വഴിയിൽ അമ്പലത്തേക്കുള്ള ആർച്ച് കാണാമായിരുന്നു. ഈ ആർച്ചിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ ഒരു കാറെടുത്ത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പോയത്. പോകുന്ന വഴിയൊന്നും കാണേണ്ടത് തന്നെയായിരുന്നു. കാറിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലത്തിൻ്റെ മൂലയിൽ അമ്പലത്തിലിറങ്ങുന്ന തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റെപ്പും ഒരു തിരിവും കഴിഞ്ഞിട്ടാണ് കാറ് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. വളരെ ആർക്കും പെട്ടെന്ന് മനസ്സിൽ ഒരു കുളിർമ നൽകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ അമ്പലത്തിലെത്തി ഭഗവാനെ ദർശിക്കുക എന്നത് തന്നെ വലിയൊരു പുണ്യം തന്നെയാണ്. ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി വളരെയധികം പുരാണങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീരാമൻ്റെ വനവാസകാലത്ത് ഇവിടെ എത്തിയ ഹനുമാന് അവിടെ വെച്ച് സംസാരശേഷി നഷ്ടപ്പെടുകയുണ്ടായി. അപ്രകാരം സംസാരശേഷി നഷ്ടപ്പെട്ട ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നാരദ മഹർഷി അദ്ദേഹത്തെ ഒരു നരസിംഹമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഉപദേശിക്കുകയും അപ്രകാരം നരസിംഹമൂർത്തി പ്രതിഷ്ഠ നടത്തിയതിൻ്റെ ശേഷം അദ്ദേഹത്തിന് സംസാരശേഷി തിരികെ കിട്ടുകയാണ് ഉണ്ടായത്. ഇതാണ് ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യം. എല്ലാ ഭക്തജനങ്ങളും സംസാരശേഷിയും ചെറുതായി നഷ്ടപ്പെട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ ഭക്തജനങ്ങളുമെല്ലാം ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് അവരുടെ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഭാര്യയും കുട്ടിയും ഞങ്ങളും അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായി. അവിടെ ഉള്ളിൽ കയറി തൊഴുത് ചുറ്റമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്തു.
ഭഗവാനെ ഇനി അടുത്ത പ്രാവശ്യം തൊഴാൻ വരാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറി കാറിലേക്ക് യാത്രയായി. ആദ്യഘട്ടത്തിന് സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനാൽ ഭാര്യയാണ് കുട്ടിയെ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറിയത്. കാറിൽ കയറി ഞങ്ങൾ അവിടെ നിന്നും വള്ളൂരാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴി വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാമായിരുന്നു. പോകുന്ന വഴിയിൽ തൂതപ്പുഴയുടെ മേലെയുള്ള പാലത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ തൂതപ്പുഴയെ പറ്റിയിട്ട്. കലാഭവൻ മണിയുടെ ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമുണ്ടല്ലോ, ആ പാട്ടിൻ്റെ ഉറവിടമായിട്ടുള്ള തൂതപ്പുഴയുടെ അടുത്തുള്ള പാലത്തിൻ്റെ മേലെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. തുടർന്നും ഞങ്ങൾ യാത്ര തുറന്നുകൊണ്ടിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ഒരു ഫ്രൂട്ട്സ് കട കാണുകയുണ്ടായി. അവിടെ ഇഷ്ടംപോലെ തണ്ണിമത്തൻ അവിടെ ഇറക്കി ലോഡ് ചെയ്തിട്ടുണ്ടായി കാണാമായിരുന്നു. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കാറിൽ വയ്ക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ച് യാത്ര കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഒരു ചായക്കട കാണുവാൻ കഴിഞ്ഞു. ആ ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ചായയും കടിയും ഓർഡർ ചെയ്യുകയുണ്ടായി. കടക്കാരൻ കടയിൽ നിന്ന് ചായ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് കാറിനകത്ത് നിന്ന് മറ്റു കാഴ്ചകൾ നോക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചായ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ചായ എടുത്തുകൊണ്ട് വരികയുണ്ടായി. ഭാര്യ അത് വാങ്ങിച്ചു. ഞാനും ഭാര്യയും കൂടി കാറിൽ നിന്ന് ചായ കുടിച്ചു. വളരെ നല്ല ചായയായിരുന്നു. അതിനുശേഷം മാധുക്കുട്ടിൻ്റെ ഒരു മാംഗോ ജ്യൂസും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായിരിക്കുകയാണ്. അവിടെയാണ് ടീ ടൈം എന്നൊരു ബസ്സിൻ്റെ മാതൃകയിൽ ഉള്ള ഒരു ചായക്കട കണ്ടത്. അന്നേ ദിവസം അത് അടവായിരുന്നു. പോകുന്ന വഴിയിൽ തന്നെ മരത്തിൽ തന്നെ ഒരു കഥകളിയുടെ രൂപവും പെയിൻ്റ് അടിച്ച് മനോഹരമായ രീതിയിൽ വെച്ചിരിക്കുന്നത് കാണപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ തികച്ചും ഒരു നഗരത്തിലെത്തിയൊരു പ്രതീതിയായിരുന്നു. ഒരു ബാംഗ്ലൂർ നഗരത്തിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ അവിടുത്തെ നിരത്തുകൾ വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായി കാണപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്കുള്ള റോഡിലൂടെ തിരികുകയുണ്ടായി. ഞങ്ങളിപ്പോൾ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തേക്കുള്ള നിരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ പ്രവേശന കവാടത്തിലെത്തി. അവിടെ ഇഷ്ടംപോലെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം തിരക്കായിരുന്നു അതേ ദിവസം. കാറ് ഇടാൻ പോലും തീരെ സ്ഥലമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഞങ്ങളവിടെ ഒരുവിധം കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് അമ്പലത്തിലേക്ക് യാത്ര തുടങ്ങി. അവിടുത്തെ പ്രധാന വഴിയിൽ വർക്ക് നടക്കുന്നതിനാൽ അവിടെ ആകെ തിരക്കായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ വഴികളെല്ലാം തന്നെ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ മാങ്ങയും അങ്ങനെ എല്ലാവിധ മനോഹരമായ സാധനങ്ങളും അവിടെ നമുക്ക് കാണാമായിരുന്നു. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. വളരെ നല്ലൊരു അമ്പലം ആണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. വഴിയരികിൽ തന്നെ നല്ല നയനമനോഹരമായ കാഴ്ചകൾ കാണാമായിരുന്നു. കുറേയധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് പോകുവാനായി. അതുകൂട്ടം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉഷാറായി ഞങ്ങളുടെ ഒപ്പം തന്നെ കയറി വരികയുണ്ടായി. ഒരു മടിയുണ്ടായില്ല. ഞങ്ങൾക്കാണ് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാൻ കുറച്ച് പ്രയാസം തോന്നിയത്. ഞങ്ങളിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ മേലോട്ട് കയറി ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയാണ്.
മേലെ നിന്ന് താഴെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാവുന്നതാണ്. തൊട്ട് താഴെയായി ഒരു ചിറ ഉണ്ടാകും. ആ ചിറയുടെ നീരൊഴുക്കുള്ള ഒരു പുഴ പോകുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഏവരെയും സന്തോഷപ്രദമായ ഒരു കാഴ്ചകളാണ് അവിടെ എപ്പോഴും കാണാവുന്നത്. വളരെ ചൈതന്യം നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഒരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ടായിരുന്നു. കുറേയധികം ആളുകൾ അവർ റെസ്റ്റിങ്ങിന് വേണ്ടി അവിടെ ഇരിക്കുന്നതായി കാണപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിലാണ് ഞങ്ങൾ അന്നദാനത്തിന് വേണ്ടി കാത്തുന്നത്. ഭഗവാന്റെയും ഭഗവതിയുടെയും പ്രസാദം കഴിച്ച് ഇവിടെ നിന്ന് പോകാമെന്ന് കരുതി. അപ്പോഴാണ് മഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ ദീപുവിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങനെ എല്ലാവരും പ്രസാദകൂട്ടിൻ്റെ ഹാളിൽ പ്രവേശിച്ചു. വളരെ നല്ലൊരു ഭക്ഷണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ രുചികരമായൊരു ഭക്ഷണം, ഭഗവാന്റെ പ്രസാദം തന്നെ.